ഹലോ. വാട്ട്? സർ, പുലർച്ചെ പത്രമിടാൻ പോയ പയ്യനാ ആദ്യം കണ്ടത്. അവനപ്പം തന്നെ ഇൻഫോം ചെയ്തു. ഇവനെ കൊല്ലാൻ മാത്രം ആരായിരിക്കൂടാ. ഹലോ. ഹലോ റോയ്. ഹലോ. ഇപ്പോൾ നിന്റെ മെസ്സഞ്ചറാണ് ഞാൻ. നിന്റെ സുഹൃത്തിന്റെ മരണം അറിയിച്ചതും നിന്റെ കണ്ണ് കാണാതായി എന്ന് പറയുകയും ചെയ്ത നിന്റെ മെസ്സഞ്ചർ. ഇനി നീ കേൾക്കാൻ പോകുന്നത് നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒന്നാണ്. 4 ബുള്ളറ്റുകളുള്ള നിന്റെ പിസ്റ്റളിൽ അവശേഷിക്കുന്നത് ഇനി 3 ബുള്ളറ്റ്. എവിഡൻസ് പ്രകാരം ജയശങ്കറിന്റെ ജീവനെടുത്തത് ഒരൊറ്റ ബുള്ളറ്റ്. .94. ദാറ്റ്സ് ഫ്രം യുവർ ഗൺ. ഈ വിവരം ലോകമറിഞ്ഞാൽ തീരുമാനിക്കേണ്ടത് നീയാണ്. നീ മാത്രം. ഹലോ. എന്റെ സർവീസ് ഗൺ മിസ്സായി. എന്നിട്ട്? അത് മാത്രമല്ല വിഷയം. നമ്മുടെ ജയശങ്കറിനേറ്റ ഗൺ ഷോട്ട് എന്റെ തോക്കിൽ നിന്നായിരുന്നു. എന്നെ കൊടുക്കാൻ ഏതൊരു ബാസ്റ്റഡ് ചെയ്ത പണിയാ. ഒരു അൺനോൺ നമ്പർ. അതിൽ നിന്നാ ഈ കളി കളിക്കുന്നത്. ആ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ല. ഇത് നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. എങ്കിൽ ഞാൻ കുടുങ്ങും. ഞാൻ ആ എവിഡൻസിൽ നിന്നും എന്റെ ബുള്ളറ്റ് മാറ്റിയിട്ടുണ്ട്. പകരം മറ്റൊരു ബുള്ളറ്റ് വെച്ചു. ആരോ എനിക്ക് പുറകിലുണ്ട്. എന്റെ ഓരോ മൂമെന്റ്സും അവന്റെ കൺമുന്നിലുണ്ട്. കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകം വളരെ ചൂടേറിയ വിഷയമായി മാറിയിരിക്കുകയാണ്. യുവജന നേതാവും KCPയുടെ ഭാവി മധ്യ തിരുവിതാംകൂർ സ്ഥാനാർത്ഥിയുമായ ജയശങ്കറുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. നാടിനെ നടുക്കിയ ഈ വാർത്തയെക്കുറിച്ച് കമ്മീഷണർ ജോർജ് കോശിയുടെ വാക്കുകളിലേക്ക്. ഇതൊരു പ്ലാൻഡ് മർഡറാണ്. വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള ഗൺഷോട്ടായിരുന്നു മരണകാരണം. ദാറ്റ് മീൻസ് ജയശങ്കറിന് നല്ല പരിചയമാണ്. അയാളാകണം ഈ കൊല ചെയ്തത്. ബുള്ളറ്റ് കൊണ്ടതും അദ്ദേഹം ആ സ്പോട്ടിൽ മരിക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ കൊലപാതകമാണോ ഇതെന്ന് പോലീസ് സംശയിക്കുന്നു. ആ രീതിയിലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പല മുതിർന്ന നേതാക്കളെയും എന്തു തന്നെയായാലും വളരെ പെട്ടെന്ന് തന്നെ ശരിക്കുള്ള പ്രതികളെ കണ്ടെത്താനാവുന്നതാണ്. വാർത്തയിലേക്ക് സ്വാഗതം. നല്ല ചീര നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളക്കൂറുള്ള മണ്ണിൽ ചാമ്പലും ചാണകവും ചേർന്നുള്ള മിശ്രിതമാണ് ഏറ്റവും നല്ലത്. വെള്ളം നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്.
ശക്തിയായി Stop that crap. ചീരയുടെ വേരിന് വലിയ കേടുകൾ ഉണ്ടാകാൻ സാർ ഇയാളെ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ. സാറേ, ആ റേഡിയോ എൻ്റേതാ. തെളിവ് നശിപ്പിക്കരുതെന്ന് കരുതി അത് മാറ്റാത്തത്. എന്തോ നിലവിളി കേട്ട് ഞാൻ ഓടി വന്നതാ. അപ്പോഴാ വസു സാർ ഇങ്ങനെ. വയ്ക്കോ. ഹലോ. No. No. എന്തു പറ്റി? ഇറ്റ്സ് ഹിം അഗൈൻ. വസുവിനെ ഷൂട്ട് ചെയ്ത് എൻ്റെ അതേ തോക്കൊണ്ടാണെന്ന്. ഇനി എന്ത് ചെയ്യും? I don't know. Maybe the next target will be you or me. യുവജന നേതാവ് ജയശങ്കറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണവും ചർച്ചകളും നിലനിൽക്കവേ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക്. ജയശങ്കറിന്റെ ഉറ്റ സുഹൃത്തും ഹോട്ടൽ വ്യവസായിയുമായ വസു എന്ന വസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വൈകിട്ട് 7 മണിയോടുകൂടി വെടിയേറ്റു മരിച്ചു. ഒരേ ദിവസം സംഭവിച്ച ഈ 2 കൊലപാതകങ്ങളും തമ്മിൽ വളരെയേറെ സാദൃശ്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് 2 കൊലപാതകങ്ങൾക്കും പിന്നിൽ ഒരാൾ തന്നെയായിരിക്കും എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. God. സർ, വസുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് എവിഡൻസ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്തിലായില്ലേ? തമ്പിക്കോ. ശരി സർ. ഞങ്ങൾക്കൊരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ജയശങ്കർ മരിച്ചത് തന്റെ തോക്കുകൊണ്ടാണെന്നും എവിഡൻസായി കിട്ടിയ ബുള്ളറ്റ് താനാണ് മാറ്റിയതെന്നും. ഇൻഫർമേഷൻ കിട്ടിയത് മുതൽ വി വർ ജസ്റ്റ് ബിഹൈൻഡ് യു. സർ പ്ലീസ്, ഐ കൻ എക്സ്പ്ലെയിൻ. എന്റെ ഗണ്ണ് സത്യത്തിൽ മിസ്സിംഗ് ആണ്. സാർ സർ, ഇറ്റ്സ് മൈ ഗൺ. ഇത് എവിടെ നിന്ന് കിട്ടി? ഡോണ്ട് പ്ലേ ടു മച്ച്. ഇത് തന്റെ ജീപ്പിൽ നിന്ന് കിട്ടിയതാ. സർ, പക്ഷേ എന്റെ ഗണ്ണ്. ടേക്ക് ഹിം.